കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ നീ എനിക്കുള്ള കന്നി പെണ്ണാണ് കാത്തു കിട്ടിയ മുത്താണ് തേടി കിട്ടിയ പൊന്നാണ് കട്ടെടുത്തൊരു മോഹ സ്വത്താണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലുള്ള പൂക്കിച്ചക്കന്മാര് മുഴുവനും ഒരു പെണ്ണിന് പിന്നാലെയാണ് അല്ലെ. സംഭവം ആരാണ് എന്താണെന്നുള്ളത് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം മുഴുവനും ഈ പെണ്ണാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പെണ്ണ് ക്യൂട്ട്നെസ് തൂറി എറിയുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിമിഷ നേരം കൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ ക്യൂട്ട്നെസ് തൂറി എറിയൽ വൻ വൈറലായി മാറിയത്. ഇനി ഇവള് ക്യൂട്ട്നെസ് വാരി വിതറുന്നത് കണ്ടിട്ട് ഇവള് പോലീസ് സ്റ്റേഷനിൽ വല്ല ട്രെയിനിങ്ങിന് വന്നതാണെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെയും ഓക്കെ. പക്ഷെ ഇതൊന്നും വല്ല സംഭവം ആളൊരു ഹണി ട്രാപ്പ് സെറ്റപ്പിൽ പോലീസ് പൊക്കി. അങ്ങനെ പൊക്കിയ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴുള്ള ക്യൂട്ട്നെസ് വാരി വിതറുന്ന ദൃശ്യമാണ് നമ്മളിപ്പോ കണ്ടത്. അതായത് ആളൊരു കുറ്റവാളിയാണെന്ന് അർത്ഥം. ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറാൻ അവൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് നല്ലോണം അറിയാം നമ്മുടെ സിസ്റ്റം അവളെ ഒന്നും ചെയ്യാൻ പോണില്ല. കൂടി പോയോ 1-2 ദിവസം അകത്ത് കിടക്കാം. അത് കഴിഞ്ഞ് സുഖമായിട്ട് ജാമ്യം കിട്ടും. അങ്ങനെ ജാമ്യം കിട്ടി കഴിഞ്ഞാണെങ്കിൽ സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കാം. ആരും തന്നോടൊന്നും ചോദിക്കാനും പോണില്ല, ഒന്നും പറയാനും പോണില്ല. ആ ഒരു ധൈര്യം ഈ പെണ്ണിനുണ്ട്. ആ ധൈര്യത്തിന് പുറത്താണ് ഇവളെ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറുന്നത്. വേറെ വലിയ രാജ്യത്തുമാകണം ഇവളുടെ മുട്ടുംകാല് വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ക്യാമറയിൽ നോക്കി ക്യൂട്ട്നെസ് വാരി വിതറാൻ പോയിട്ട് ക്യാമറയിൽ നോക്കാൻ പോലും ഇവൾക്ക് ഭയമായിരിക്കും. പക്ഷെ എന്ത് പറയാനാണ്, ഇത് ഇന്ത്യ അല്ലേ, ഇവിടെ ഇങ്ങനെയാണ്. കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ടവർ പോലും ഇവിടെ കൂസലില്ലാതെയാണ് നടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഇവിടുത്തെ സിസ്റ്റത്തോട് പുച്ഛം തോന്നി പോവാണ്. എന്തിനു പറയുന്നു, ഇവിടെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തവർ വരെ സുഖമായിട്ട് ഇറക്കി നടക്കുന്നു. അപ്പൊ പിന്നെ ഹണി ട്രാപ്പ് സെറ്റപ്പിൽ അറസ്റ്റ് ചെയ്തവളെ സംബന്ധിച്ചിടത്തോളം എന്ത് പേടിക്കാനാണില്ല. എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് ഈ പെണ്ണ് ആരാണ്, ഇവിടെ അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ ആദ്യം തന്നെ ക്യൂട്ട്നെസ് തൂറി എറിഞ്ഞ പെണ്ണിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സൈഡിൽ കൊടുക്കാം. സഫ്ന എന്നുള്ളതാണ് ഇവളുടെ യഥാർത്ഥ പേര്. ഇനി ഇവള് ക്യൂട്ട്നെസ് വാരി വിതറുന്നത് കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ആൾ ഓൾറെഡി മാരീഡ് ആണ്. അല്ലെങ്കിൽ ആളുടെ പിന്നാലെ ആരും മണിപ്പിച്ചു പോകണ്ടെന്ന് പറയാണ്. ആൾക്ക് നിലവിൽ ഒരു ഭർത്താവുണ്ട്. ഭർത്താവിന്റെ പേര് അമൽ വേണുഗോപാൽ എന്നാണ്. പേര് പോലെ തന്നെ ഒരു ഹിന്ദു ചെക്കനാണ്. സഫ്ന എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ് അല്ലെ. ഇവരുടേത് രണ്ടുപേരുടേതും ഒരു ഇന്റർ റിലീജിയൻ മാരേജ് ആണ്. വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് രണ്ടുപേരും വിവാഹം കഴിച്ചത്. രണ്ടുപേർക്കും ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ രണ്ടുപേരും അത്ര വെടുപ്പല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. രണ്ടുപേർക്കും ഡ്രഗ്സിന്റെ ഏർപ്പാടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് അറിയില്ല. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് അതെല്ലാം. എന്നിരുന്നാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഈ പറയുന്ന സഫ്ന ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യനെ പരിചയപ്പെടുന്നത്. അവന്റെ പേരാണ് അമൽ ദേവ്. അങ്ങനെ അവനെ പരിചയപ്പെട്ടു, ചാറ്റിംഗ് ഒക്കെ ആരംഭിച്ചു. ഈ സഫ്നയെ സംബന്ധിച്ചിടത്തോളം സഫ്നയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തിരുന്നത് സഫ്നയുടെ ഭർത്താവായിട്ടുള്ള അമൽ വേണുഗോപാലാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സഫ്നയുടെ പേരിൽ അമൽ ദേവുമായി ചാറ്റ് ചെയ്യുന്നത് ആരാണ്? അമൽ വേണുഗോപാലാണ്. അത് ഈ അമൽ ദേവിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ലായിരുന്നു. പുള്ളിക്കാരൻ സഫ്നയാണെന്ന് വിചാരിച്ച് സഫ്നയോട് ചാറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ചാറ്റിംഗ് മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ അത് വളർന്ന് പല രീതിയിലുള്ള ടോക്കിലേക്കും എത്തി. അങ്ങനെ അവർ ചാറ്റിംഗ് സ്ഥിരമായി. ഇതെല്ലാം സഫ്നയുടെ അറിവോട് കൂടി സഫ്നയുടെ ഭർത്താവായ അമൽ വേണുഗോപാൽ ഒപ്പിച്ചു വെക്കുന്ന പരിപാടികളാണെന്ന് ഓർക്കണം. എന്തായാലും അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഈ പറയുന്ന അമൽ ദേവിന് ഈ പറയുന്ന സഫ്നയെ കാണാൻ ഒരു പൂതി വരുന്നത്. അത് സ്വാഭാവികമായിട്ട് വരല്ലോ. അങ്ങനെ അമൽ ദേവ് എന്താക്കുന്നു, ആ പൂതി സഫ്നയെ അറിയിക്കുന്നു. സഫ്ന അതിന് സമ്മതം മൂളുന്നു. ആക്ച്വലി ഇവിടെ സഫ്നയല്ല സമ്മതം മൂളിയത്, അമൽ വേണുഗോപാലാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. എന്തെന്നാലും ഇവിടെ സഫ്ന സമ്മതം മൂളിയതിന് പിന്നാലെ വൈപ്പിനിൽ വെച്ച് കാണാമെന്ന് ഇവർ ധാരണയിലെത്തുന്നു. എവിടെ? കൊച്ചിയിലുള്ള വൈപ്പിനിൽ. അങ്ങനെ അവർ കണ്ടുമുട്ടാമെന്ന് ധാരണയായ അതേ ദിവസം തന്നെ സഫ്ന എന്ത് പറയുന്നു, തൽക്കാലം കൊച്ചി വൈപ്പിൽ വരണ്ട, കടവന്ത്രയിലുള്ള ഒരു ഹോട്ടലിൽ വന്നാൽ മതി എന്ന് ഈ പറയുന്ന അമൽ ദേവിനെ അറിയിക്കുന്നു. അങ്ങനെ അമൽ ദേവ് എന്താക്കുന്നു, സഫ്ന പറഞ്ഞ ആ ഹോട്ടലിലേക്ക് എത്തുന്നു. പിന്നെ അതിനിടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന അമൽ ദേവ് ഒരു ഭിന്നശേഷിക്കാരനാണ് കേട്ടോ. ആൾക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കേൾവിക്കും ഇച്ചിരി പ്രശ്നമുണ്ട്. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന അമൽ ദേവ് സഫ്ന ആവശ്യപ്പെട്ട ഹോട്ടലിൽ എത്തുന്നത്. അങ്ങനെ ആ ഹോട്ടലിലെത്തി സഫ്ന ആവശ്യപ്പെട്ട മുറിയിലെത്തുന്നു. അങ്ങനെ ഈ മുറിയിലെത്തി അമൽ ദേവ് അവിടെ കാണുന്നത് സഫ്നയല്ല, മറിച്ച് സഫ്നയുടെ ഭർത്താവായിട്ടുള്ള അമൽ വേണുഗോപാലിനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയുമാണ്. അതോടെ അമൽ ദേവിന് പണി പാടിയെന്ന് മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും അവന് രക്ഷപ്പെടാവുന്നതിനപ്പുറം കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും അമൽ ദേവ് റൂമിൽ എത്തിയതും അമൽ ദേവിന്റെ കൈകൾ ബന്ധിച്ചുകൊണ്ട് ഈ പറയുന്ന അമൽ വേണുഗോപാലും അവന്റെ സുഹൃത്തുക്കളും തലങ്ങും വിലങ്ങും അവനെ ആക്രമിക്കുന്നു. ആ ആക്രമണത്തിന് പിന്നാലെ അമൽ ദേവിന്റെ ഷർട്ട് അയച്ച് അവന്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു. ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇത് പോലീസ് കേസ് ആകുന്നതും ഈ പറയുന്ന സഫ്നയെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്ത നമുക്കൊന്ന് കണ്ടോക്കാം. പറവൂർ കുത്തിയത്തോട് ചാലക്കക്കടവിൽ വീട്ടിൽ ഷുക്കൂർ മകൾ 27-കാരി ഷഫാന ഷുക്കൂർ, ആൺ സുഹൃത്ത് തൃപ്പൂണിത്തുറ ഇരുമ്പനമ്മനയിൽ മഠം വേണുഗോപാൽ മകൻ 32-കാരൻ അമൽ വേണുഗോപാൽ, സുഹൃത്തുക്കളായ ജോൺ രാഹുൽ, ആനന്ദ് മുരുകൻ. ഇവർ 4 പേരും ചേർന്നൊരുക്കിയ കെണിയിൽ വീണത് കൊല്ലം സ്വദേശിയായ ഭിന്നശേഷിക്കാരൻ അമൽ ദേവ്. സമൂഹ മാധ്യമം വഴിയാണ് അമൽ ദേവ് സഫാനയെ പരിചയപ്പെട്ടത്. സ്ഥിരമായി സഫാനയ്ക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു. ഒടുവിൽ ഞായറാഴ്ച വൈപ്പിനിൽ കാണാമെന്ന് അമൽ ദേവ് സഫാനയോട് പറഞ്ഞു.
എന്നാൽ വൈപ്പിന് പകരം കടവന്ത്ര മനോരമ ജംഗ്ഷനിലെ ഹോട്ടലിലേക്ക് വരാൻ സഫാന അമൽദേവിനോട് ആവശ്യപ്പെട്ടു. ഹോട്ടലിലെത്തിയ അമൽദേവ് കാണുന്നത് സഫാനയുടെ ആൺ സുഹൃത്ത് അമൽ വേണുഗോപാലിനെയും ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും. സഫാനയുടെ ഫോൺ ഉപയോഗിച്ച് അമൽ വേണുഗോപാൽ ആയിരുന്നു മെസ്സേജുകൾ അയച്ചിരുന്നതെന്ന് അപ്പോഴാണ് അമൽദേവ് തിരിച്ചറിഞ്ഞത്. സഫാനയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ഇവർ അമൽദേവിനെ നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ അമൽദേവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി. തുടർന്ന് പ്രതികൾ മാറി മാറി ഇയാളുടെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ ടോർച്ച് ഉപയോഗിച്ച് അമൽദേവിന്റെ വലത് കൈപ്പത്തിക്കും അടിച്ചു. കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത അമൽദേവിന്റെ നഗ്നദൃശ്യങ്ങളും ഇവർ പകർത്തി. ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും ആദ്യം പിടികൂടി. സഫ്നയെയും അമലിനെയും ഇന്ന് ഉച്ചയ്ക്കാണ് വരാപ്പുഴയിൽ നിന്ന് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ഈ ആസൂത്രണത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇരുവരും കാക്കനാട് വാഴക്കാലയിലെ വേഴ്സസ് ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. സഫ്നയുടെ ഫോൺ ഉപയോഗിച്ച് അമലായിരുന്നു ഈ ഭിന്നശേഷിക്കാരനായ അമൽദേവിന് തുടർച്ചയായി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നത്. അന്ന് 22-ാം തീയതി രാത്രിയിൽ ആ ഹോട്ടലിലേക്ക് വരാനും അമൽ തന്നെയായിരുന്നു സഫ്നയുടെ ഫോണിലൂടെ നിർദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ന്യൂസുകാര് അമൽ വേണുഗോപാലിനെ പരിചയപ്പെടുന്നത് സഫ്നയുടെ ആൺ സുഹൃത്തായിട്ടാണ് അല്ലെ? പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ പറഞ്ഞ അമൽ വേണുഗോപാൽ സഫ്നയുടെ ഭർത്താവാണ്. ന്യൂസുകാരതൊന്നും കാര്യമായി അന്വേഷിക്കാതെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. എനിവേ എന്ത് തന്നെയായാലും ഈ പറഞ്ഞ സഫ്നയും കൂട്ടാളികളും ഒരു ഭിന്നശേഷിക്കാരനാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെയാണ് അമൽ ദേവിനെ അടിച്ചൊതുക്കിയത് അല്ലെ? നല്ല ഉള്ളോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എവിടെയും സഫ്നയും കൂട്ടാളികളും അമൽ ദേവിനോട് പണം ആവശ്യപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ റിപ്പോർട്ട് എവിടെയും പുറത്തു വന്നിട്ടില്ല. ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി നല്ലോണം ഉള്ളോട്ട് കൊടുത്തു വിട്ടു, അങ്ങനെയുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളൂ. ഒരുപക്ഷെ ഇവര് പണം തട്ടാമെന്നൊന്നും കരുതി കാണില്ല. ഇവനെ ഹോട്ടലിലേക്ക് വിളിക്കണം, 2 കൊടുക്കണം എന്ന് മാത്രമേ കരുതി കാണത്തുണ്ടാവത്തുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇത് നല്ലോണം അങ്ങ് കൂടിപ്പോയി. ഒരു ഭിന്നശേഷിക്കാരനാണെന്നുള്ള പരിഗണനയെങ്കിലും ആ അമൽദേവിന് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇവിടെ പണം ആവശ്യപ്പെട്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടൊന്നും ഇവിടെ സഫ്നയും കൂട്ടാളികളും ചെയ്ത പ്രവൃത്തിയെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല കേട്ടോ. ഇവിടെ അമൽദേവിന്റെ ഭാഗത്താണെങ്കിലും സഫ്നയുടെ ഭാഗത്താണെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അവളവനെ അങ്ങോട്ട് വശീകരിച്ചു കൊണ്ടുവന്നതല്ലേ. സോറി, അവളെന്ന് പറയാൻ പറ്റില്ല, അവളുടെ ഭർത്താവാണല്ലോ. അവളെന്ന് വ്യാജാൻ അവനോട് ചാറ്റ് ചെയ്തത്. എന്തെന്നെയായാലും വശീകരിച്ചത് കൊണ്ട് വന്നതല്ലേ. ഈ അമൽദേവ് എന്ന് പറഞ്ഞവനാണെങ്കിലോ കഴപ്പ് മൂത്ത് ആ വശീകരണത്തിൽ അങ്ങ് ചെന്ന് ചാടി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രണ്ടാളുടെ ഭാഗത്തും ഇവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സംഭവം കേസായി. അതിന് പിന്നാലെ ഈ പറഞ്ഞ സഫ്നയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തായി മാധ്യമങ്ങൾ ഒഴുകിയെത്തി. സഫ്നയുടെയും കൂട്ടാളികളുടെയും ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ മാധ്യമങ്ങൾ പകർത്തുകയും ചെയ്തു. അങ്ങനെ പകർത്തുന്ന സമയത്ത് സഫ്ന കുറെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. മക്കളെ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കി. എന്താ ആൾക്കൊരു കൂസലും ഇല്ല. എന്തിനു പറഞ്ഞു? ഒരു കുറ്റം ചെയ്തിട്ടാണ് താൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നത് എന്നൊരു ചിന്ത പോലും ആൾക്കില്ല എന്നുള്ളതാണ്. എന്തോ കല്യാണപ്പോരയിൽ അങ്ങനെ വന്ന മാതിരിയാണ് ആളുടെ നൃത്തം. എന്റെ അഭിപ്രായത്തില് സഫ്നയെ കേസും കുറ്റങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഈ ക്ലിപ്പ് എടുത്ത് കുറച്ച് BGM കയറ്റി നേരെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കേണ്ടി. അതിനുള്ള സാധാരണ ന്യൂസുകാർ എടുത്ത് വെച്ചിരിക്കണ്. ഇനി BGM കയറ്റി അപ്ലോഡ് ചെയ്യേണ്ട പണിയെ സഫ്നക്ക് ഉള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ വമ്പ റീച്ച് ആയിരിക്കും ഇത്. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാം? പെണ്ണായി പോയി ഇല്ലാന്നുണ്ടെങ്കിൽ 2 പറഞ്ഞേനെ. ഒരു കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ടിട്ടും ഒരു കൂസലില്ല എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എന്താ ഇവരോടൊക്കെ പറയാ അല്ലേ? അറിഞ്ഞിടത്തോളം ഇവൾ ആദ്യമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവളുടെ ഭർത്താവായിട്ടുള്ള അമൽദേവിനെയും കൂട്ടാളികളെയും മുമ്പ് പലവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവൾ ആദ്യമായിട്ടാണ്. പക്ഷെ ഇവളുടെ മട്ടും ഭാവവും കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇതിനു മുമ്പ് 10-20 വട്ടം ഇവൾ അറസ്റ്റ് ചെയ്ത പോലെയാണ് ഇവളുടെ മട്ടും ഭാവവും അല്ലേ? പോലീസ് സ്റ്റേഷനിൽ എന്തോ തറവാട് വീട്ടിലേക്ക് വന്ന പോലെയാണ് ഇവളുടെ നൃത്തം കണ്ടാ തോന്നാം. എന്ത് പറയാനാണ് ഇവളോടൊക്കെ അല്ലേ? കഴിഞ്ഞില്ല, ബാക്കിയുടെ കണ്ടോക്കാം. ഈ നിൽക്കുന്ന പിള്ളേരുടെ സാറേ
പോലീസുകാരൊക്കെ ചിരിക്കണ ഇഷ്ടമാണ്. എന്തായാലും ആ സൈഡിൽ നിൽക്കുന്ന ആളെ മനസ്സിലായോ? അറിഞ്ഞിടത്തോളം ഇവനായിരിക്കണം സഫ്നയുടെ ഭർത്താവായിട്ടുള്ള അമൽ വേണുഗോപാൽ. എന്തായാലും ആശാന് ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് അല്ലെ. ആറ്റിറ്റ്യൂഡ് വിട്ടൊരു കളിയുമില്ല ആശാന്. എന്താടാ നീയൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിൽ പുല്ലാടാ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ആശാന്. കൊള്ളാം. എന്തായാലും എല്ലാരും കണക്കന്നെ, സഫ്നയും കണക്കന്നെ, അമൽ വേണുഗോപാലും കണക്കന്നെ. ബാക്കി രണ്ടൊക്കെ എന്തായാലും അതിന്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് വേറൊരുത്തന്നെ കമ്പിയും പിടിച്ച് ഇങ്ങനെ ആടി കളിക്കാൻ ഇഷ്ടമാണ്. ഇവനെന്താ വല്ല പാർക്കിലേക്ക് വന്നതാണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാണ്. ചിലപ്പോൾ കുറെ നേരം അവിടെ നിൽക്കണ്, ബോറടിച്ചപ്പോ അങ്ങനെ ആടി കളിച്ചതായിരിക്കും. ഇവർക്കുണ്ടല്ലോ ഒരു കൂസലില്ലാത്തത് കാണുമ്പോഴാണ് ഇങ്ങനെ ദേഷ്യം തോന്നുന്നത്. ഇതുകൊണ്ട് കഴിഞ്ഞില്ല കേട്ടോ, ഇനി ഇവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമുണ്ട്. അതാണ് മക്കളെ സഹിച്ചുകൂടാത്തത്. അതും കൂടി ഒന്ന് കണ്ടുനോക്കാം. ചെക്കന്റെ ഡയലോഗ് കേട്ടില്ലേ? മതിയാടാ ഒക്കെ. ഇവന്റെ വിചാരം ഇവനെന്തോ ഫംഗ്ഷന് വന്ന സമയത്ത് മറ്റേ നീലക്കുയിൽ മീഡിയക്കാർ ഇവന്റെ ക്ലിപ്പ് എടുക്കുക എന്നുള്ളതാണ്. മതിയടാന്നൊക്കെ. ആശാൻ എന്തോ സെലിബ്രിറ്റി ആണെന്നാണ് ആശാന്റെ വിചാരം. എന്റെ അഭിപ്രായത്തിൽ അവിടെ കൂടി നിൽക്കുന്നവരിൽ ഏതെങ്കിലും ഒരുത്തന് ഇവനെ കയറി ഒന്ന് പൊട്ടിക്കണമായിരുന്നു. അല്ല അത് പോസിബിൾ അല്ല, എന്നാലും ഒന്ന് കയറി പൊട്ടിക്കണമായിരുന്നു. എന്നാ അവനെ കഴുപ്പം കൊണ്ട് മാറി കിട്ടിയേനെ. ഇവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? കാണുമ്പോഴല്ലേ കൈ ഇങ്ങനെ തരിച്ച് കയറുന്നുണ്ട്. അവന്റെ ഒരു മറ്റെടുത്ത ഡയലോഗ് മതിയടാ നിർത്തടാന്നൊക്കെ. കഴിഞ്ഞില്ലട്ടോ, ഇനി സഫ്നയും ഇതേപോലെ ക്യാമറയിൽ നോക്കിയൊരു ഡയലോഗും കൂടി അടിക്കുന്നുണ്ട്. എന്തായാലും കൂടി കണ്ടോക്കാം. ഓള് പറഞ്ഞു കേട്ടില്ലേ നല്ല ഷോട്ടല്ലേ, നല്ല തന്നെ വെച്ചോന്നൊക്കെ. ഇവിടെ എന്താ വല്ല വെഡിങ് ഫോട്ടോഷൂട്ട് എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്? അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. നല്ല ഷോട്ടല്ലേ നല്ല തന്നെ വെച്ചോന്നൊക്കെ. പിന്നെ അവളെ സംബന്ധിച്ചിടത്തോളം ഒളിച്ചോടി നടന്ന കല്യാണം ആയതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ സമയത്ത് എന്തായാലും നല്ല ഫോട്ടോഷൂട്ട് ഒന്നും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ ഇത് അതിനുള്ള ഒരു അവസരമായി കാണാമല്ലോ. എന്തായാലും നല്ല അപാര ഫോട്ടോഷൂട്ട് തന്നെ. സംഭവം സോഷ്യൽ മീഡിയയിൽ കയറി വൈറലായില്ലേ. ഇതിന് വലുതിന് എന്താണ് സഫ്നയ്ക്ക് വേണ്ടത് അല്ലേ? എന്ത് പറയാനാണ് ഇവളോടൊക്കെ അല്ലേ? ബാക്കിയുടെ കണ്ടോക്കാം. വണ്ടി വരാൻ പറയും സമയം ആ ഡയലോഗ് കേട്ടോ നിങ്ങൾ? കല്യാണത്തിന് വന്നതല്ലല്ലോ, കളിക്കാൻ വന്നതല്ലേ എന്നുള്ള രീതിയിലാണ് ഇവൻ ഡയലോഗ് അടിച്ചു വെക്കുന്നത് അല്ലേ. അതായത് ഞങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിലാണ് ആശാന്റെ നിൽപ്പ്. എന്തായാലും ഇത്രയും ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് ഒരു കാര്യം അങ്ങോട്ട് പറയാം. അവൻ കളിക്കാൻ വന്നതാണെങ്കിലും അവൻ എങ്ങനെയാണ് കളിക്കാൻ വന്നത്? നിങ്ങൾ ക്ഷണിച്ചിട്ടല്ല വന്നത്, അല്ലാതെ ചുമ്മാ അവന് പെട്ടെന്നൊരു ആഗ്രഹത്തിന് പുറത്തങ്ങ് കയറി പുറപ്പെട്ടു വന്നതല്ലോ. അവൻ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളും കൂടി കാരണക്കാരാണ്. അതുകൊണ്ട് ചുമ്മാ സ്വയം വെളുപ്പിക്കാൻ നോക്കല്ലോ മോനെ. ഒരുത്തന്നെ വേണ്ടാത്ത ആശകളും കൊടുത്ത് അവനെ വിളിച്ചു വരുത്തി പെരുമാറി വിട്ടതും പോരാഞ്ഞിട്ട് അവൻ കിടന്ന് ന്യായീകരിക്കുകയാണ്. അല്ല കയറി വന്നവന്റെ ഭാഗത്തും തെറ്റുണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തായാലും ബാക്കിയുടെ നോക്കാം. ആ ഡയലോഗ് കേട്ടല്ലോ. ആ ചാറ്റിംഗ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുക, നാട്ടുകാരെ അറിയട്ടെ എന്നൊക്കെ. എന്ത് ചാറ്റിംഗ് ആണ് മോനെ നീ ഉദ്ദേശിച്ചത്? ചാറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മാത്രമല്ലല്ലോ അങ്ങോട്ടും ഉണ്ടാവല്ലോ. അവരിങ്ങോട്ട് ഒലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഒലിപ്പിക്കാൻ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് അവളങ്ങ് വല്ലാണ്ട് അങ്ങ് പുണ്യാളത്തെ ആക്കാൻ നോക്കല്ലോ മോനെ. എന്തായാലും സഫ്നയുടെ ആറ്റിറ്റ്യൂഡോട് കൂടി സഫ്ന അങ്ങ് കയറി വൈറലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം മൊത്തം ഈ ന്യൂസ് ക്ലിപ്പിൽ BGM കയറ്റി കളിപ്പിക്കുകയാണ് ചെക്കന്മാര്. സഫ്നയെ പലരും ഡെലുവിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്ര ഹൈപ്പൊക്കെ കൊടുക്കുന്നത്? ഇവിടെ ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങി വന്ന് നിൽക്കൊന്നുമല്ലല്ലോ. ഒരു കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട് കുറ്റവാളിയായി നിൽക്കല്ലേ. അങ്ങനെയുള്ളവരുടെ ക്ലിപ്പും വെച്ച് BGM കയറ്റി വിടുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, മട്ടല് വെട്ടിയടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കുറ്റവാളിയാണ് നിങ്ങൾ ഈ BGM കയറ്റി പ്രോത്സാഹിപ്പിച്ച് വിടുന്നത്. ഇപ്പൊ വന്ന് അവൾ ചെയ്ത കുറ്റത്തിന് ഒരു പ്രസക്തി ഇല്ലാണ്ടായി. അവളുടെ ക്യൂട്ട്നെസ്സിനായി ഇവിടുത്തെ വാല്യൂ. എങ്ങോട്ടാണ് ഈ കാലത്തിന്റെ പോക്ക് അല്ലേ? ഇങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ക്യൂട്ട്നെസ് ഉള്ള പെമ്പിളാരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ സുഖമായി കാര്യങ്ങൾ. അവർക്ക് എന്തെങ്കിലും കുറ്റം ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിന്നാൽ മതി. അത് വെച്ച് ന്യൂസുകാരുടെ മുന്നിൽ 4 ക്യൂട്ട്നെസ് അഭിനയിച്ച് കഴിഞ്ഞാണെങ്കിൽ സുഖമായി കാര്യങ്ങൾ. പിന്നെ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലാണ് മക്കളെ. ഇനി BGM ഇട്ട് കളിപ്പിക്കുന്നതിനേക്കാളും സഹിച്ചുകൂടാത്തത് ഇതിനെല്ലാം കമന്റ് ബോക്സ് ആണ്.
കമന്റ് ബോക്സിൽ എന്തൊക്കെ തരം കമന്റുകളാണ് വരുന്നത്. ഉഫ് ക്രഷായി, വൈഫ് മെറ്റീരിയൽ, ഇവളൊക്കെ വൈഫായി കിട്ടണം എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ കമന്റ് ചെയ്യുന്നവന്മാർക്കാണെങ്കിൽ അത്രയും ബോധമില്ല. എന്തായാലും കൊള്ളാം, ഇവളും കൊള്ളാം, ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യുന്നവന്മാരും കൊള്ളാം, എല്ലാം ഒരു വണ്ടിക്കുള്ള ആൾക്കാർ തന്നെ. എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് എന്റെ വീഡിയോ കാണുന്ന ചെക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ചുമ്മാ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അക്കൗണ്ട് കാണുമ്പോഴേക്കും കഴുപ്പ് മൂത്ത് അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ലാസ്റ്റ് ഇതേപോലെ അമൽദേവിനെ പോലെ ഉള്ളോട്ട് അടിയും കുടിയും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അത് കാരണം അപ്പുറത്തുള്ളവർ കീറി അങ്ങ് വൈറലാവുകയും ചെയ്യും. എന്തിനാണ് വെറുതെ അതിനൊക്കെ നിൽക്കുന്നത്? കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.